കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്റേണൽ മാർക്കിന്റെ പേരിൽ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നതായുള്ള ആരോപണത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. പ്രശ്നപരിഹാരം തേടി കോളേജ് പ്രിൻസിപ്പൽ മുതൽ രാഷ്ട്രപതി വരെയുള്ളവർക്ക് നിവേദനം നൽകിയ വിദ്യാർത്ഥികൾ ശക്തമായ സമരപരിപാടികൾക്കും നിയമ നടപടികൾക്കും ഒരുങ്ങുകയാണ്. കേരള സർവകലാശാലയുടെ കീഴിൽ ആർക്കിടെക്ചർ ബിരുദ പഠനമുള്ള 2 കോളേജുകളാണുള്ളത്. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രസ്തുത വകുപ്പ് മേധാവിക്കും മറ്റ് അധ്യാപകർക്കുമെതിരെയാണ് വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിരിക്കുന്നത്. പൊതുപ്രവേശന പരീക്ഷയിലും അഭിരുചി പരീക്ഷയിലും മികവ് പുലർത്തുന്ന 20 പേർക്കാണ് ഓരോ വർഷവും ഇവിടെ BArcന് പ്രവേശനം നൽകുക. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ കോഴ്സിൽ പ്രതിവർഷം 85% പേർ വിജയിക്കുമ്പോൾ TKM കോളേജിൽ നിന്നും 4ഉം 5ഉം പേർ മാത്രമാണ് വിജയിക്കാറുള്ളത്. BArcന്റെ വിജയപരാജയങ്ങളെ നിയന്ത്രിക്കുവാൻ പര്യാപ്തമായ 67% മാർക്കാണ് ഇന്റേണൽ അസസ്മെന്റിനുള്ളത്. ഇതിനാൽ തങ്ങളുടെ വരുതിയിൽ നിൽക്കുന്നവരെ വിജയിപ്പിക്കുകയും മറ്റുള്ളവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന സമീപനമാണ് വർഷങ്ങളായി ഇവിടത്തെ അധ്യാപകർ തുടരുന്നതെന്ന് വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നു. എൻട്രൻസ് എഴുതി വരുന്ന കുട്ടികൾ ഒരു കോളേജിൽ ഒരു തരത്തിൽ, അടുത്ത കോളേജിൽ വേറെ തരത്തിൽ വിജയിക്കുന്നതിന്റെ പ്രശ്നം ഈ അധ്യാപകരാണ്. അധ്യാപകരിൽ മെയിനായിട്ട് വരുന്നിരിക്കുന്നത് HOD യൂജിൻ അസരത് പണ്ടാല, പിന്നീട് വന്നിരിക്കുന്നത് രാമസ്വാമി, ദെൻ മഹേഷ് നടരാജൻ. ഈ 3 പേരാണ് മെയിൻലി പ്രോബ്ലംസ് അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പീഡനം മൂലം സമർത്ഥരായ പല വിദ്യാർത്ഥികളും പകുതി വഴിയിൽ പഠനം ഉപേക്ഷിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്ന് രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ഇതേക്കുറിച്ച് സർവകലാശാലയിൽ നിന്നും വിശദീകരണം തേടിയിട്ടുണ്ട്. അധ്യാപകരുടെ പീഡനങ്ങൾക്കെതിരെ സമരത്തിനൊരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. B. നിഖിൽ, സൂര്യ ന്യൂസ്, കൊല്ലം.